പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ എന്ന ഈ ടിപ്പണി, അതായത് കവിതയും കൂടെ കൂടിയിട്ടുള്ള നമ്മൾ എടുത്തതായിരുന്നു. അതിനെ എങ്ങനെ പഠിക്കണം എന്ന രൂപത്തിൽ മാത്രമായിരുന്നു ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ കാരണത്താലെയാണ് ഈ ചാപ്റ്റർ നന്നായിട്ട് എടുക്കാം എന്ന് കരുതിയത്. അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് വീഡിയോ പഴയ ബുക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ ഞാനൊരു പുതിയ തുടക്കമാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതത്ര കാര്യമായിട്ട് എടുക്കാതിരുന്നത്. ഇനി നമുക്ക് ആദ്യം മുതൽ തന്നെ അതൊന്ന് നോക്കാം, എങ്ങനെയാണ് ഈ ചാപ്റ്റർ എങ്ങനെയാണ് എന്നത് ഒന്ന് നോക്കാം. हताशा से एक व्यक्ति बैठ गया था. विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी. ഇത് हताशा से एक व्यक्ति बैठ गया था എന്ന വിനോദ് കുമാർ ശുക്ലിന്റെ കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതിയിട്ടുള്ള ടിപ്പണിയാണിത്. അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതയാണ് ഇവിടെ താഴെ ഒരു ബോക്സിൽ തന്നിരിക്കുന്നത്. हताशा से एक व्यक्ति बैठ गया था എന്നത് വിനോദ് കുമാർ ശുക്ലിന്റെ കവിതയാണിത്. കണ്ടോ? ഇതിന്റെ ടിപ്പണിയാണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ. നിരാശയോടെ ഏക് വ്യക്തി, ഒരു വ്യക്തി, ബൈഠ് ഗയാ താ ഇരിക്കുന്നുണ്ടായിരുന്നു. നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തിക്കോ, വ്യക്തിയെ, മേം ഞാൻ, നഹീം ജാൻതാത അറിയുമായിരുന്നില്ല. ജാനന എന്ന് പറഞ്ഞാൽ അറിയുക, നഹീം ജാന എന്ന് പറഞ്ഞാൽ അറിയില്ല. നഹീം ജാൻതാത അറിയുമായിരുന്നില്ല. വ്യക്തിക്കോ മേ നഹീം ജാൻതാത, വ്യക്തിയെ ഞാൻ അറിയുമായിരുന്നില്ല. ഹതാശാക്കോ ജാൻതാത, നിരാശ അറിയുമായിരുന്നു. അതായത് ആ വ്യക്തിക്ക് എന്തോ നിരാശയുണ്ട് എന്ന് അറിയുമായിരുന്നു, പക്ഷെ ആ വ്യക്തിയെ അറിയുമായിരുന്നില്ല. ഇസിലിയെ ഇക്കാരണത്താൽ, മേം ഞാൻ, ഉസ് വ്യക്തിക്ക് ആ വ്യക്തിയുടെ, പാസ് ഗയ അടുത്തു ചെന്നു, മേനെ ഞാൻ, ഹാത്ത് കൈ, ബഡായ നീട്ടി, മേരാ ഹാത്ത് പക്കടുക്കർ എന്റെ കൈ പിടിച്ചിട്ട്, വഹ് അയാൾ, ഖടാ ഹുവ എഴുന്നേറ്റ് നിന്നു, മുജെ എനിക്ക്, വഹ് നഹീം ജാൻതാത മുജെ വഹ് നഹീം ജാൻതാത എന്നെ അയാൾക്ക് അറിയുമായിരുന്നില്ല. മുജെ എന്നെ, വഹ് അയാൾക്ക്, നഹീം ജാൻതാത അറിയുമായിരുന്നില്ല. മേരെ ഹാത്ത് ബടാനേക്കോ എന്റെ കൈ പിടിക്കാൻ, ബടാനേക്കോ ജാൻതാത എന്റെ കൈ പിടിക്കാൻ, എന്റെ നീട്ടിയ കൈ പിടിക്കാൻ അയാൾക്കറിയുമായിരുന്നു. ഹം ദോനും സാത്ത് ചലെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നടന്നു. മേനെ ഏക് ദൂസരേക്കോ നഹീം ജാൻതേ രണ്ടു പേർക്കും പരസ്പരം അറിയുമായിരുന്നില്ല. സാത്ത് ചലനേക്കോ ജാൻതാത ഒന്നിച്ച് നടക്കാൻ അറിയുമായിരുന്നു. ദോനും ഏക് ദൂസരേക്കോ രണ്ടു പേർക്കും, ഏക് ദൂസരെ ഒരാൾക്ക് മറ്റൊരാളെ, നഹീം ജാൻതേ അറിയുമായിരുന്നില്ല. സാത്ത് കൂടെ, ചലനേക്കോ നടക്കാൻ, ജാൻതേ അറിയുമായിരുന്നു. ഇതാണ് വിനോദ് കുമാർ ശുക്ലിന്റെ സുന്ദരമായ കവിത. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മീനിങ് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ കഥ. വളരെ ലളിതമായിട്ടുള്ള കവിതയാണ്. നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തിക്കോ മെനെ ജാത്തത, വ്യക്തിയെ എനിക്ക് അറിയുമായിരുന്നില്ല, നിരാശയെ അറിയാമായിരുന്നു. ഇസ്ലിയെ മെനെ വ്യക്തിക്ക് പാസ് ഗയ അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നു, അദ്ദേഹത്തിനെ സഹായിക്കാനായി കൈനീട്ടി. അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. അയാൾക്ക് എന്നെ അറിയുമായിരുന്നില്ല, പക്ഷെ ഞാൻ നീട്ടിയ സഹായമായ കൈ, അതായത് എൻ്റെ സഹായം സ്വീകരിക്കാൻ അയാൾക്ക് അറിയുമായിരുന്നു. ഹം ദോനോം സാത്ത് ചലെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നടന്നു. ദോനോം ഏക് ദൂസരേക്കോ നഹീം ജാൻതേ ഞങ്ങൾക്ക് പരസ്പരം അറിയുമായിരുന്നില്ല. സാത്ത് ചലനേക്കോ ജാൻതേ ഒന്നിച്ചു നടക്കാൻ അറിയുമായിരുന്നു. മനസ്സിലായില്ലേ? ഇനി ഇതിലെന്താണ് ടിപ്പണിക്കാർ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. വിനോദ് കുമാർ ശുക്ല अपने मौलिकता के साथ भाषा की अनगढ़ता के लिए विख्यात है. വിനോദ് കുമാർ ശുക്ല തൻ്റെ മൗലികതയോടൊപ്പം തന്നെ ഭാഷയുടെ അൻഘടത, ഭാഷയുടെ രൂപഭംഗി കുറവ് കൊണ്ടും അദ്ദേഹം വിഖ്യാതനാണ്. കിന്തു എന്നാൽ, ഇസ് കവിതാമേ ഈ കവിതയിൽ, മൗലിക ഹോനേക്കെ സാത്ത് ഈ കവിത മൗലികമാണ്, അതോടൊപ്പം തന്നെ കാവ്യശില്പക്കെ കാവ്യഭംഗി കൊണ്ടും, കാവ്യശില്പക്കെ സിദ്ധ കവിക്ക് തരബി കഴിവുള്ള
കഴിവുള്ള കവിയായിട്ട് അദ്ദേഹത്തിനെ തരദിഗായി ദേത്തെ അംഗീകരിക്കപ്പെട്ടു. അതായത് മൗലികവും കാവ്യഭംഗിയും കൊണ്ട് കഴിവുള്ള ഒരു കവിയായിട്ട് അദ്ദേഹത്തിനെ അംഗീകരിക്കപ്പെട്ടു. കവിത കെ അർത്ഥ ഇത്തനെ സഹജ് ഓർ സാഫ് ഹെ. കവിതയിലെ അർത്ഥം ഇത്രമാത്രം സഹജവും അതുപോലെ തന്നെ സാഫ് വ്യക്തവുമാണ്. ഉന്നെ വ്യാഖ്യാക്കി ദർക്കാർ നഹി ഹെ. ഇത് വ്യാഖ്യാനിക്കേണ്ട വിവരിക്കേണ്ട ദർക്കാർ ആവശ്യം നഹി ഹെ വരുന്നില്ല. ഇത് വളരെ ലളിതമാണ്. ഇത് വായിച്ചത് തന്നെ നമുക്ക് മനസ്സിലാകുന്ന കവിത വളരെ ലളിതമാണ്. അത് വിശദമായിട്ട് വ്യാഖ്യാനിച്ച് പറയേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. സരൾ ശബ്ദവും വാലെ വാക്യ സ്വയം ഹി അപ്പന മർമ്മ കഹ് ദേത്തെ ഹെ. സരളമായിട്ടുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഈ കവിത, സരളമായ ലളിതമായ ശബ്ദങ്ങൾ കൊണ്ട് എഴുതിയിരിക്കുന്ന ഈ കവിത എങ്ങനെയാണ്? ഇതിലുള്ള ഓരോ സെന്റൻസുകളും സ്വയം ഹി സ്വയം തന്നെ, അപ്പനാ മർമ്മ അതിന്റെ മർമ്മം എന്താക്കുന്നുണ്ട്, കഹ് ദേത്തെ ഹെ പറയുന്നുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓരോ സെന്റൻസും വായിക്കുമ്പോൾ തന്നെ അതിന്റെ മീനിങ് മനസ്സിലാവുന്നുണ്ട്. വളരെ ലളിതമാണ്. അതിനെ വിവരിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല എന്നാണ് പറഞ്ഞത്. വ്യക്തിക്കോ മേൽ നഹി ജാൻതാത. വ്യക്തിയെ ഞാൻ അറിയുമായിരുന്നില്ല. ഹതാശാക്കോ ജാൻതാത. ഹതാശ എനിക്കറിയാമായിരുന്നു. ആ വ്യക്തിയെ ഞാൻ അറിയുമായിരുന്നില്ല. പക്ഷെ ആ വ്യക്തിക്ക് എന്തോ നിരാശയുണ്ട്, അയാൾ എന്തോ വിഷമത്തിലാണ്, എന്തോ നിരാശ അദ്ദേഹത്തിനുണ്ട് എന്ന് എനിക്കറിയുമായിരുന്നു. കഹത്തെ ഹി വേ जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं. कहते ही वे जानना പറഞ്ഞ അറിയുക, जानने की हमारी उस जानी पहचानी रूढ़ी को. അറിയുക എന്ന നമ്മുടെ ആ പരമ്പരാഗതമായിട്ടുള്ള തോട് ദേത്തെ ഹെ. നമ്മൾക്ക് അറിയുക എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേര്, അതുപോലെ തന്നെ ജാതി, മതം, വയസ്സ്, അദ്ദേഹത്തിന്റെ ജോലി, അതൊക്കെ അദ്ദേഹത്തിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയുക എന്ന് പറഞ്ഞാലാണല്ലോ ഒരു വ്യക്തിയെ അറിയുക എന്നത് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്. നമ്മൾക്ക് അറിയാവുന്നത് അങ്ങനെയാണ്. ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷേ ആ രൂഢി തോടുതേ നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുള്ള ആ അറിവിനെ അദ്ദേഹം എന്താക്കുന്നു, ആ പാടെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തിക്ക് നാം പതേ ഉമ്ര ഓഹദേ യാ ജാതി കെ ജാനേ കോ തൂ ജോഡ്തി ഹേ യദി. അദ്ദേഹം പറയാണ്, ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ നാം പതേ ഉമ്ര ഓഹദേ യാ ജാതി സെ ജാനേ കോ ജോഡ്തി. ഇതില് ഇങ്ങനെയാണല്ലോ യഥാർത്ഥത്തില് പേര്, വയസ്സ്, ഉമ്ര, ജാതി, ഓഹദേ ഇതൊക്കെ അറിയുക എന്നതാണ് യഥാർത്ഥത്തിലുള്ളത്. അതുമായിട്ടാണ് ജോഡ്തി ഹെ യോജിപ്പിച്ച് വെച്ചിട്ടുള്ളത്. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या संकट से नहीं जानते तो हम कुछ नहीं जानते. അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, യദി ഹം കിസി വ്യക്തിക്കോ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹതാശ, നിരാശ, അസഹായത, അദ്ദേഹത്തിന്റെ നിരാശയും അസഹായതയും അതുപോലെ തന്നെ സങ്കടവും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഹം കുച്ച് നഹീം ജാനത്തെ, നമുക്കൊന്നും അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് വിനോദ് കുമാർ ശുക്ല നരേഷ് സക്സേന ഈ കവിതയെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കവിതയിൽ അദ്ദേഹം എഴുതിയ കാര്യം തന്നെ ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, ജോലി, ജാതി ഇതൊന്നും അറിയുക എന്നല്ല, മറിച്ച് എന്താണ്, ആ വ്യക്തിയുടെ നിരാശയും അസഹായതയും സങ്കടവും മനസ്സിലാക്കുക എന്നാണ്. ഇത് തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക്, ഒരാൾക്ക് ഒന്നും അറിയില്ല എന്നാണ് അർത്ഥം എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ അറിയാം. അയാളുടെ വിഷമവും സങ്കടവും ഒക്കെ മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടാവുക, അതാണ് ശരിക്കും ആ വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്, സടക്ക് പർ ഗായൽ പടേ അപരിചിത വ്യക്തിക്കോ. റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന അപരിചിതനായ വ്യക്തിയെ ക്യാ ഹം കഹ് ദേഖ് കർ കണ്ടിട്ട്, ക്യാ ഹം കഹ് സക്തേ ഹേ കി നമുക്ക് പറയാൻ സാധിക്കുമോ, ഉസേ ഹം നഹീം ജാൻതേ അയാളെ നമുക്കറിയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ.
और सागन और गहरा करती है। कविता का संदेश वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है. വാസ്തവത്തിൽ നമുക്കറിയാം എന്താണ് യഹ് വ്യക്തി ആ വ്യക്തി മുസീബത്ത് മേ ഹെ അപകടത്തിലാണ് പ്രയാസത്തിലാണ് എന്ന് നമുക്ക് അറിയാം. ഒരു റോട്ടിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്ക് ഏതൊരു ആൾക്കും മനസ്സിലാക്കാൻ പറ്റും അയാൾ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. और इसे हमारी मदद की जरूरत है. അയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. ആ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കവിത മനുഷ്യക്കോ മനുഷ്യ की तरह जानने की याद दिलाती है. ഈ കവിത മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തിയിട്ടുള്ളത്. ഈ കവിതയിലൂടെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് കവി നമുക്ക് തരുന്നത്. മനസ്സിലായത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. कविता लगातार नहीं जानने और जानने का नहीं जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें. കവിത ലഗാതാർ ഈ കവിതയിൽ ലഗാതാർ പറഞ്ഞ ഉടനീളം ഈ കവിതയിൽ ഉടനീളം നെഹി ജാനനെ അറിയില്ല ജാനന അറിയുക അതായത് എന്താ ജാനന പറഞ്ഞ അറിയുക നെഹിയും ജാനന പറഞ്ഞ അറിയാതിരിക്കുക ജാന അറിയുക അറിയുക അറിയില്ല അറിയാം അറിയില്ല എന്ന ഈ ശബ്ദ് എങ്ങനെയാണ് ആവർത്തിച്ച് ലഗാതാർ ഉടനീളം ആവർത്തിച്ച് വരികയാണ്. ബയാൻ കർത്തി ജാത്തിയെ ശില്പക്ക് ഈ ബാരിക് കാരിഗരി കോ ദേഖേം അതായത് നമ്മൾ ആ കവിതയിൽ അത് കണ്ടതാണ്. എന്ത് ജാനന നെഹി ജാനന എന്ന് ആവർത്തിച്ച് വരുന്നത് നമ്മൾ കവിതയിൽ കണ്ടതാണ്. എവിടെ കവിതയിൽ നമ്മൾ കണ്ടതാണല്ലേ. അതാ ജാനന ജാനത്തെ നെഹി ജാനത്തെ ഇതൊക്കെ ഓരോ ലൈനിൽ നമ്മൾ കണ്ടതാണ്. അതാണ് അവിടെ പറഞ്ഞത്. वह मुझे नहीं जानता था हाथ बढ़ाने को जानता था. वह मुझे नहीं जानता था हाथ बढ़ाने को जानता था. എനിക്ക് അയാളെ അറിയുമായിരുന്നില്ല അല്ലെ. വഹ് മുझे नहीं जानते थे हाथ बढ़ाने को जानता. हम एक दूसरे को नहीं जानते थे. ഹാത്ത് ബടാന പറഞ്ഞാൽ കൈ നീട്ടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഹായം നൽകുക എന്നാണ്. സഹായത ദേന ഹാത്ത് ബടാന സഹായത ദേന എന്നാണ് ഇതിന് സമാനാർത്ഥക ശബ്ദമായിട്ട് എഴുതേണ്ടത്. അതായത് എവിടെ എക്സാമിന് ചോദിക്കും ഹാത്ത് ബടാന പറഞ്ഞാൽ എന്താണ് സഹായത ദേന സഹായം നൽകുക. ഹാത്ത് ബടാന കൈ നീട്ടാൻ അറിയുമായിരുന്നു. ഹം ഏക് ദൂസരേക്കോ നെഹിയും ജാനത്തെ ഞങ്ങൾക്ക് പരസ്പരം അറിയുമായിരുന്നില്ല. സാത്ത് ചലന ജാനത്തെ ഞങ്ങൾക്ക് ഒന്നിച്ച് നടക്കാൻ അറിയുമായിരുന്നു. यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. ഇവിടെ ജാനന നെഹി ജാനന എന്ന ശബ്ദം കവിതയിലുടനീളം ഒരു നാടൻ പാട്ടിലെ ഈരടികളെ പോലെ ആവർത്തിച്ച് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഗദ്യമേ ലിഖി ഹുയി കിസി കവിത മേ लिरिकल या गीतात्मक का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ ഗദ്യത്തിൽ എഴുതിയിരിക്കുന്ന കവിതയിൽ കിസി ലിറിക്കൽ യാ ഗീതാത്മക ബോധ് ഗൂബി കെ സാത്ത് ഹിന്ദി കോ കിസ് കവിതാമേ ആയാ ഹൈ. അതായത് ഇത്രമാത്രം ജാനന നെഹി ജാനന നാടൻ പാട്ടിലെ ഈരടികളെ പോലെ വരുന്ന കവിത മറ്റൊന്ന് ഉദാഹരണമായിട്ട് പറയാൻ യാദമേ ഓർമ്മയിൽ അദ്ദേഹത്തിന് വരുന്നില്ല. ഉദാഹരണമായിട്ട് പറയാൻ ഒരു ഓർമ്മയിൽ വരുന്നില്ല. ഈ കവിതയിലാണ് എങ്ങനെയുള്ളത് ഈ നാടൻ പാട്ടിലെ ഈരടികളെ പോലെ ഇങ്ങനെ ജാനനാനിഹി ജാന ആവർത്തിച്ച് വന്നിട്ടുള്ളത്. जैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं के जुबान पर आप से आप आ जाते हैं वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पढ़ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे.
ജയ്സെ കിസി ഗസൽമേ, അതായത് ഉദാഹരണമായിട്ട് കിസി ഗസൽമേ ഏതെങ്കിലും ഗസലിൽ ആഖിരി ഷോർക്കെ ആഖിരി ശബ്ദ് അവസാന വാക്യത്തിന്റെ അതായത് ആ കവിതയുടെ അവസാനത്തെ ശബ്ദം, നമ്മൾ ഒരു പാട്ടായാലും കവിത ആയാലും അതിന്റെ അവസാനത്തെ ശബ്ദം ശ്രോതാവോ കെ ജുബാൻ പർ ശ്രോതാക്കളുടെ നാക്കിൻ തുമ്പില് ആപ് സെ ആപ്പ് ആ ജാത്തെ ഹെ സ്വയം അവരറിയാതെ തന്നെ അവരുടെ നാക്കിൻ തുമ്പിലെത്തുക. അതായത് ഈ കവിത അങ്ങനെ കേൾക്കുന്ന സമയത്ത് പാട്ടായാലും കവിതയായാലും കേൾക്കുന്ന സമയത്ത് അത് നമ്മൾ അറിയാതെ അതിൻ്റെ ആ തുടർച്ച എന്തായിരിക്കുമോ അത് നമ്മൾ അറിയാതെ പാടി പോവുക എന്നാണ് പറഞ്ഞത്. ആ നാക്കിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഇനി അതാണ് വരാൻ പോകുന്നത് എന്ന് അറിഞ്ഞ് പാടുക. വൈസേഹി ഇസ് കവിത കെ അന്തിം ശബ്ദ യാനി സാത്ത് സാത്ത് ചലന കെ ബാദ് യദി കവിത പട് രോക്ക് ദിയാ ജായത്തോ, അതായത് ഈ കവിത നമ്മളിങ്ങനെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് സാത്ത് സാത്ത് ചലന എന്നിങ്ങനെ നമ്മളിങ്ങനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാത്ത് സാത്ത് ചലന എന്ന ഭാഗം വെച്ച് കവിത നിന്നുപോയി എന്ന് കരുതുക. യദി കവിത പാട് രോക്ക് ദിയാ ജായത്തോ, രോക്കിനെ പറഞ്ഞാല് നിൽക്കുക, അതായത് എന്താ പറയുക ബന്ധാവുക, അതവിടെ അങ്ങനെ നിന്നു പോവുകയാണെങ്കിൽ സുനിനെ വാലേ ഗുദ് അത് കേൾക്കുന്ന ആള് എങ്ങനെയാണ് ഗുദ് വാക്യ പൂരാകർദ്ദേ സ്വയം ആ സെന്റൻസ് ആ കവിതയുടെ ലൈന് പൂർത്തിയാക്കും. അതായത് ഈ കവിതയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതാ മുജേ വഹ് നഹീം ജാൻതാ, അത് ഇവിടെ നെഹീൻ ജാന്ന ജാൻതേതേ നെഹീൻ ജാൻതേതേ എന്നിങ്ങനെ വരുന്നുണ്ടല്ലോ. സാത്ത് സാത്ത് ചലനേക്കോ അവിടെ വെച്ചിട്ട് പാട്ട് അവസാനിക്കുകയാണെങ്കിൽ ബാക്കി കേൾക്കുന്ന ആള് കൂടെ പാടിപ്പോവും ജാൻതേതേ എന്ന്, അതാണ് പറഞ്ഞത് കേട്ടോ. ദോനോ വേക്ക് ദൂസരേക്കോ വെച്ചിട്ട് പാട്ട് നിൽക്കുകയാണെങ്കിൽ നെഹീൻ ജാൻതേതേ എന്ന് കേൾക്കുന്ന ശ്രോതാവ് അത് അറിയാതെ നെഹീൻ ജാൻതേതേ എന്ന് കൂടെ പാടിപ്പോവും എന്നാണ് പറഞ്ഞത് ഉദാഹരണമായിട്ട് ഇവിടെ. മനസ്സിലായില്ലേ? യദി കവിത രോക്ക് ദിയാ ജായ തോ സുനനെ വാലെ ഖുദ് വാക്യ പൂരാ കർ ദേംഗെ ഓർ കഹേംഗെ ജാൻതേ ദേ എന്ന് പറയും എന്നാണ് പറഞ്ഞത്. ഈ വരി ഇവിടെ കാണിക്കുന്നുണ്ട് സാത്ത് സാത്ത് ചലന എന്നിവിടെ ഉണ്ട്. സാത്ത് സാത്ത് ചലനേക്കോ അവിടെ വെച്ച് നിൽക്കുകയാണെങ്കിൽ ജാൻതേ ദേ എന്ന് നമ്മൾ അറിയാതെ പാടിപ്പോകും എന്നാണ് പറഞ്ഞത്. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. ഈ കവിത ജാനന അറിയുക എന്ന ശബ്ദത്തിനെ പൂർണ്ണമായിട്ട് അതിൻ്റെ ആ അർത്ഥത്തിനെ പൂർണ്ണമായിട്ടും മാറ്റിയിരിക്കുന്നു. ഇസ് കവിത കി പഹലി ദോ പങ്ക്തിയോമേ ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി അപ്പനി പൂരി ബാത്ത് കവി തനിക്ക് പറയാനുള്ള എല്ലാ കാര്യവും കഹ് ദേത്തെ ഹെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ആദ്യത്തെ 2 വരിയിൽ തന്നെ കവി പറഞ്ഞ എല്ലാ കാര്യവും ഉണ്ട്. എന്താണ് ഈ കവിതയിലുള്ള കാര്യം 2 വരിയിൽ തന്നെ ഉണ്ട്. ശേഷ പങ്ക്തിയാ ഉസി കഹേ ഗയേകോ അവർ സഗൻ ഓർ ഗഹര കർത്തിയ ബാക്കിയുള്ള വരികളെല്ലാം ഇതിനെ അത് അങ്ങനെ തന്നെയാണ് എന്ന് സഗൻ സമർത്ഥിക്കാൻ വേണ്ടി ആഴത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് ആ കവിതയുടെ 2 വരികളിൽ തന്നെ അതാ ഹതാശാസേക്ക് വ്യക്തി ബൈഠ് ഗയാ വ്യക്തിക്കോ മെനഹീൻ ജാനതാ ഹതാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു, ആ വ്യക്തിയെ ഞാൻ അറിയുമായിരുന്നില്ല, പക്ഷെ അയാളെ ഹതാശയുണ്ടെന്ന് അറിയുമായിരുന്നു, ആ വ്യക്തിയെ കൈനീട്ടി സഹായിച്ചു, അത്രയാണുള്ളത് അല്ലേ. അതെന്താണ് അതെന്നെ ആവർത്തിച്ച് വരികയാണ് ഇവിടെ ചെയ്യുന്നത്. അതെന്താ അതിൻ്റെ ആ സഗൻ ഓർ ഗഹര കർത്തിയ അതിനെ ആഴത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് അത് ആവർത്തിച്ച് പറയുന്നത്. കവിത ക സന്ദേശ് യഹി ഹേ കി കവിതയുടെ സന്ദേശം ഇതാണ്. എന്താണ് കവിതയുടെ സന്ദേശം? दो मनुष्यों के बीच മനുഷ്യത का ആസാസ് യാനി മാനവീയ സംവേദന ഹോന സരിയ 2 മനുഷ്യർക്കിടയിൽ എന്തുണ്ടായിരിക്കണം? മനുഷ്യത്വം ഉണ്ടായിരിക്കണം എന്നാണ് ഈ കവിതയുടെ സന്ദേശം. സന്ദേശ് യഹി ഹേ കി ദോ മനുഷ്യോं के बीच മനുഷ്യത का ആസാസ് യാനി മാനവീയ സംവേദന ഹോന സരൂരി ഹെ ജാനകാരിയാൻ സരൂരി നഹി മറ്ററിവുകൾക്ക് പ്രാധാന്യമില്ല, മനുഷ്യർക്ക് തമ്മിൽ മനുഷ്യത്വത്തിനാണ് പ്രാധാന്യമുള്ളത് എന്നാണ് ഇവിടെ ഈ കവിതയിലൂടെ കവി വ്യക്തമാക്കുന്നത്. കിന്തു സന്ദേശ് കവിതാമേ ഉപദേശ് കി തര നഹീം ആത്ത പക്ഷേ ഈ സന്ദേശം കവിതയിൽ ഒരു ഉപദേശമായിട്ട് വരുന്നില്ല, ഒരു ഉപദേശ രൂപത്തിൽ ഈ കവിതയിൽ വരുന്നില്ല. മനസ്സിലായില്ലേ? ഇത്രയാണ് ഈ കവിതയുള്ളത്. ഇത് നന്നായിട്ട് നോക്കി വായിച്ച് നോക്കി പഠിക്കുക, മീനിങ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.